CPMന്റെ ഇളകാത്ത കോട്ടകളിലൊന്നായിരുന്ന ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ യുവ വനിതാ നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുമായ ആര്യ രാജേന്ദ്രനെ രംഗത്തിറക്കുമെന്ന് റിപ്പോർട്ട്. പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ ഇന്ത്യയിലെങ്ങും വാർത്താ പ്രാധാന്യം നേടിയ ആര്യയോട് തെരഞ്ഞെടുപ്പിന് സന്നദ്ധമാകാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതായാണ് വ്യക്തമാകുന്ന സൂചനകൾ. 1984 കോൺഗ്രസ് നേതാവായിരുന്ന തലേക്കുന്നിൽ ബഷീർ ഈ മണ്ഡലത്തിൽ ജയിച്ചതിനു ശേഷം ആദ്യമായാണ് മറ്റൊരു കോൺഗ്രസ് നേതാവ് 2019 ഇവിടെ ജയിക്കുന്നത്. പരീക്ഷണ സ്ഥാനാർത്ഥി എന്ന നിലയിലെത്തിയ അടൂർ പ്രകാശ് ഏവരെയും അമ്പരപ്പിച്ച് മണ്ഡലത്തിൽ നിന്നും ലോകസഭയിലെത്തി. സംസ്ഥാനമെങ്ങും UDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ 38,247 വോട്ടുകൾക്കായിരുന്നു അടൂർ പ്രകാശ് ജയിച്ചു കയറിയത്. തുടർച്ചയായി 3-ാം തവണയും ലോകസഭയിൽ എത്താമെന്ന AS സമ്പത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് അടൂർ പ്രകാശ് അത്ഭുത വിജയം നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ശോഭാ സുരേന്ദ്രൻ നേടിയ 2,48,081 വോട്ടുകളാണ് സമ്പത്തിന് തിരിച്ചടിയായത്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകളിൽ നിന്ന് BJPക്ക് അനുകൂല ഒഴുക്കാണ് ഉണ്ടായത്. ശോഭാ സുരേന്ദ്രനെ പോലെ മണ്ഡലത്തെ ഇളക്കിമറിക്കുന്ന BJP സ്ഥാനാർത്ഥി വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും ഇടതുപക്ഷം ഇക്കുറി ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. 1984 ശേഷം 3 തവണ AS സമ്പത്തും 3 തവണ വർക്കല രാധാകൃഷ്ണനും 1 തവണ സുശീല ഗോപാലനും ജയിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഭൂരിപക്ഷം മാറിമറിഞ്ഞെങ്കിലും വ്യക്തമായ മേധാവിത്വത്തോടെ പാർട്ടിയുടെ ഉറച്ച സീറ്റെന്ന് CPM വിശ്വസിക്കുന്ന മണ്ഡലം കൂടിയാണിത്. പാർട്ടിയുടെ അഭിമാന സീറ്റുകളിലൊന്നായ ആറ്റിങ്ങലിൽ ഇക്കുറി ആര്യയ്ക്ക് പുറമെ മറ്റു ചില പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സ്ഥാനാർത്ഥി പട്ടികയിലുള്ള വ്യക്തിയാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിക്കകത്ത് കടുത്ത എതിർപ്പ് നേരിടുന്ന വ്യക്തി കൂടിയാണ് കടകംപള്ളി. അടുത്തിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ഇടഞ്ഞത് വിവാദമായിരുന്നുവല്ലോ. കടകംപള്ളി സ്ഥാനാർത്ഥിയായാൽ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ തന്നെ കാലുവാരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജയസാധ്യത കൂടുതലുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ആലോചിക്കുന്നത്. മുൻ മേയറും വട്ടിയൂർക്കാവ് MLAയുമായ VK പ്രശാന്തിനെ മത്സരിപ്പിക്കാൻ നീക്കമുണ്ടെങ്കിലും ജയിച്ചാൽ വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. ഇടതു വലതു മുന്നണികളെ തുണച്ചുകൊണ്ടിരുന്ന ഈ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് സംസ്ഥാന സർക്കാരിന് നാണക്കേടുണ്ടാക്കുമെന്നതിനാൽ പ്രശാന്തിനെ മത്സരിപ്പിക്കേണ്ടെന്നാണ് പാർട്ടിയിൽ ഒരു വിഭാഗം നിർദ്ദേശിക്കുന്നത്. കടകംപള്ളിയും പ്രശാന്തും കഴിഞ്ഞാൽ ആര്യയ്ക്കാണ് മുൻതൂക്കം. ആര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ CPM പല നേട്ടങ്ങളും ലക്ഷ്യമാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വനിതാ പ്രാതിനിധ്യം എന്നതാണ്. പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വനിതാ നേതാക്കൾ പരസ്യമായി ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. KK ശൈലജ മലബാറിലും ആര്യ രാജേന്ദ്രൻ തിരുവിതാംകൂറിലും സ്ഥാനാർത്ഥിയായാൽ അത് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ തുണയാകുമെന്ന് CPM കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവനേതാക്കളെ സംസ്ഥാനമെങ്ങും സ്ഥാനാർത്ഥികളാക്കി തരംഗം സൃഷ്ടിക്കാൻ CPMന് സാധിച്ചിരുന്നു. അതേയോളം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു. ആര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യുവാക്കളുടെ വോട്ട് നേടാൻ CPMന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മേയർ എന്ന നിലയിൽ തിരുവനന്തപുരത്ത് മികച്ച ജനസമ്മതി നേടാൻ ആര്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ VK പ്രശാന്ത് സമാന രീതിയിലുള്ള മികവോടെ വട്ടിയൂർക്കാവിൽ UDF BJP ഭീഷണിയെ ഇല്ലാതാക്കി ജയം സ്വന്തമാക്കിയിരുന്നു. ആര്യയെ സ്ഥാനാർത്ഥിയാക്കിയാൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ പ്രയാസമുണ്ടാകില്ലെന്നാണ് CPM കരുതുന്നത്. അടൂർ പ്രകാശ് തന്നെയാകും ഇവിടെ UDF സ്ഥാനാർത്ഥി. MP എന്ന നിലയിൽ മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രി V മുരളീധരൻ BJP സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ 14% വോട്ടുകൾ ഉയർത്തിയ മണ്ഡലത്തിൽ അതേ തരംഗം ആവർത്തിക്കാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ത്രികോണ മത്സരമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും BJP പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിലെ ജയപരാജയം തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. അതുകൊണ്ട് തന്നെ സ്വന്തം വോട്ടുകൾ ചോരാതെ കാക്കാനുള്ള നീക്കത്തിലാണ് LDF UDF മുന്നണികൾ.